ഒരു ദിവസം ഒരു മാലാഖ നരകത്തിന്റെ ഉള്ളറകളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. കഠിനമായ വേദനകളുടെയും ദണ്ഡനങ്ങളുടെയും സ്ഥലമായിരുന്നു അത്. ഒപ്പം വളരെ ഭയാനകവും വിസ്തൃതവും. ഒന്നാമതായി, ദൈവത്തെ തീർത്തും നഷ്ടപ്പെട്ട ഒരവസ്ഥ ആത്മാവ് അവിടെ അനുഭവിക്കുന്നു. രണ്ടാമതായി, അവിടെയുള്ള ആത്മാക്കളുടെ മനസാക്ഷിയിൽ ഒരിക്കലും അവസാനിക്കാത്ത മനോവേദന അനുഭവപ്പെടുന്നു. ആത്മാവിന്റെ ഇത്തരം അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മൂന്നാമതായുള്ളത്. നാലാമതായി, ആത്മാവിനെ ഇല്ലാതെയാക്കാതെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അഗ്നി തുളച്ചു ചെല്ലുന്ന ഒരു അനുഭവമാണ്. അതായത് ഭയാനകവും ഭീകരവും ക്ലേശവും വേദനയും. വിശുദ്ധ മരിയ ഫൗസ്റ്റീന തനിക്കുണ്ടായ നരക ദർശനത്തെക്കുറിച്ച് ഡയറിയിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ചില വിശുദ്ധർക്ക് അതീന്ദ്രിയമായ ചില അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. സ്വർഗത്തെയും നരകത്തെയും ശുദ്ധീകരണ സ്ഥലത്തെയും കുറിച്ചുള്ള ദർശനങ്ങളാണ് അവ. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള കേവലം ജിജ്ഞാസയ്ക്ക് ശമനമുണ്ടാക്കുക എന്നതല്ല, മറിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും പാപങ്ങളെ പ്രതി പശ്ചാത്തപിക്കുന്നതിന് വേണ്ടിയുമാണ് ദൈവം ഇത്തരത്തിലുള്ള ദർശനങ്ങൾ നൽകിയിരിക്കുന്നത്. ആത്മാക്കളെ ഉണർത്തുക, പ്രത്യാശ നിറയ്ക്കുക, ശാശ്വതമായ സത്യത്തെയും നിത്യരക്ഷയും കുറിച്ച് ബോധ്യമുള്ളവരാക്കി തീർക്കുക. അതിനുവേണ്ടിയാണ് മിസ്റ്റിക് അനുഭവങ്ങൾ ദൈവം വിശുദ്ധർക്ക് സമ്മാനിക്കുന്നത്. മിസ്റ്റിക് അനുഭവങ്ങളിലൂടെ കടന്നുപോയ പുണ്യജീവിതങ്ങളിൽ പ്രമുഖയാണ് വിശുദ്ധ ഫൗസ്റ്റീന. ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകളിൽ സ്വർഗത്തെയും നരകത്തെയും ശുദ്ധീകരണ സ്ഥലത്തെയും കുറിച്ചുള്ള നിരവധി വിവരണങ്ങളാണുള്ളത്. ഫൗസ്റ്റീനയെ കൂടാതെ നരക ദർശനം ലഭിച്ചിട്ടുള്ള ഒരു വിശുദ്ധയാണ് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ. ഭൂമിയിലെ എല്ലാ വേദനകളും ഒരുമിച്ച് കൂട്ടിയാലും നരകത്തിലെ ഒരു നിമിഷത്തിലെ വേദന അതിനേക്കാൾ വലുതായിരിക്കും എന്നാണ് വിശുദ്ധ തെരേസ എഴുതിയിരിക്കുന്നത്. നരകത്തിലെ വേദന ശരീരത്തിലല്ല ആത്മാവിലാണ് എന്നും ദൈവം ഇല്ലാത്തിടത്ത് പ്രതീക്ഷയില്ലെന്നും ആവിലായിലെ വിശുദ്ധ തെരേസ പറയുന്നു. സ്വപ്നങ്ങളിലൂടെയാണ് വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് നരകത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ ലഭിച്ചത്. മനുഷ്യർ തിരഞ്ഞെടുക്കുന്ന വഴികളുടെ അവസാനം കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വിശുദ്ധനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ വഴിയുടെ തുടക്കത്തിൽ ചിരിയും കളിയും സംഗീതവും നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറെ കൂടി ചെന്ന് കഴിയുമ്പോൾ വഴി ഇടുങ്ങുകയും വെളിച്ചം മങ്ങുകയും ചെയ്യുന്നു. അഗാധമായ ഒരു ഗർത്തത്തിലേക്കാണ് അത് ചെന്നു പതിക്കുന്നത്. അവിടെയുള്ള വാതിലിൽ എഴുതിയിരിക്കുന്നത് ഇവിടേക്ക് പ്രവേശിക്കുന്നവർ എല്ലാ പ്രതീക്ഷയും ഉപേക്ഷിക്കണം എന്നായിരുന്നു. വാതിൽ തുറന്നപ്പോൾ അഗ്നിയും ഇരുട്ടും അവിടമാകെ നിറഞ്ഞു നിന്നിരുന്നു. വിശുദ്ധൻ അവിടെ കണ്ടത് തനിക്ക് പരിചയമുണ്ടായിരുന്ന പല ചെറുപ്പക്കാരെയുമാണ്. സ്വന്തം പാപങ്ങളെ ചെറുതായി കാണുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നവരുടെ അനന്തരഫലമായിട്ടാണ് നരകത്തെക്കുറിച്ച് വിശുദ്ധ ഡോൺ ബോസ്കോ വിശദീകരിക്കുന്നത്. സ്വർഗമാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് എന്ന് വിശുദ്ധൻ യുവജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. യുവാക്കളെ പാപം ചെയ്യാതെ രക്ഷിക്കുന്നതിന് ഈ നരക ദർശനങ്ങൾ വിശുദ്ധൻ പ്രയോജനപ്പെടുത്തി. നമ്മെ പേടിപ്പെടുത്തുന്നവയായി മാത്രം മാറരുത്, മറിച്ച് ദൈവത്തിൽ ശരണപ്പെടാനും പാപങ്ങളിൽ നിന്ന് മോചിതരാകാനും വേണ്ടി കൂടെയുള്ളതായിരിക്കണം അത്. നരകത്തെക്കുറിച്ച് വിശുദ്ധർ നൽകിയ ദർശനങ്ങൾ നിത്യതയെ സ്നേഹിക്കാനും ഓരോ നിമിഷവും പ്രാർത്ഥിക്കാനും നമ്മെ സഹായിക്കട്ടെ. ഓരോ ആത്മാവും അമൂല്യമാണെന്ന സത്യം നാം ഒരിക്കലും മറന്നുപോകരുത്.